സ്റ്റിച്ചിങ് പഠിച്ചു തുടങ്ങുമ്പോൾ എന്താണ് ഫസ്റ്റ് സ്റ്റിച്ച് ചെയ്ത് പഠിക്കേണ്ടത് എന്നുള്ളതാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിലൂടെ പറഞ്ഞുതരാൻ പോണത്. അത് നമുക്ക് പരിചയപ്പെടാം. കാരണം എന്തൊക്കെയാണ് ഇപ്പോൾ ഒന്നാമത്തെ ക്ലാസ്സിൽ ഞാൻ എല്ലാ സാധനങ്ങളും പരിചയപ്പെടുത്തിയില്ലേ, രണ്ടാമത്തെ ക്ലാസ്. അപ്പോൾ ആദ്യം ഞാൻ മെഷീനിൽ എങ്ങനെ നൂല് കോർക്കുക എന്നുള്ളതൊന്ന് കാണിച്ചു തരാം. ആദ്യം നമ്മൾ നൂലെടുത്തിട്ട് ഈ കാണുന്ന ഇതിന്മേൽ നൂലിടുക. അതിന് ശേഷം കറക്റ്റായിട്ട് ഈ വെട്ടുണ്ടല്ലോ, ഇവിടെ വെട്ടുണ്ടല്ലോ, ഈ വെട്ടിലോട്ട് ഇങ്ങനെ വെച്ച ശേഷം ഇതിന്മേൽ ഇതുപോലെ ഒന്ന് ചുറ്റി ഇങ്ങനെ മുന്നിലോട്ട് എടുക്കുക. മെഷീനൊക്കെ എപ്പോഴും എണ്ണ കൊടുത്തിടണം എന്നെങ്കിൽ മാത്രമേ നമുക്ക് സ്മൂത്തായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ കഴിയുള്ളൂ കേട്ടോ. അതിന് ശേഷം ഈ ഹോൾസിലൂടെ കോർത്ത ശേഷം ഇവിടെ ഈ ഒരു വെട്ടക്ക് ഇങ്ങനെ കൊടുക്കുക. അതിന് ശേഷം ഇത് പഴയ മെഷീനായതുകൊണ്ട് ഇവിടെ അല്ല, ഇവിടെ ഒരു കമ്പി ഉണ്ടാവും, അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത ശേഷം സൂചിമക്ക് കോർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാൻ നേരെ സൂചിമക്ക് കോർക്കുകയാണ് കേട്ടോ ചെയ്യണം. എണ്ണ കൊടുത്തിടണം എന്നെങ്കിൽ ഇനി അടിയിൽ ബോബിൻ്റെ കേസ് ഇടണം, എങ്ങനെ കാണിച്ചു തരാം. ഇതാണ് ബോബിൻ കേസ്, കണ്ടല്ലോ, ഇത് ബോബിനാണ്, ഇതാണ് കേസ്. ഈ കേസിലോട്ട് നൂല് ഇങ്ങനെ തിരിയണം, കയ്യിൽ തിരിയണണ്ടല്ലോ, ഇങ്ങനെ തിരിയണം. കറക്റ്റായിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതിലിട്ടാൽ നമ്മൾ വലിക്കണതിൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തേക്ക് തിരിയണം. ആ രീതിക്ക് നൂലിടുക. എന്നിട്ട് കറക്റ്റായി വെച്ചിട്ട് ഈ ഒരു സാധനം ഉണ്ടല്ലോ, ഈ ഒരു സാധനം കാണുന്ന പ്രതീക്ഷിക്കണത് ഇതാണ്ടല്ലോ, ഈ ഒരു സാധനം ഇങ്ങനെ വെച്ചിട്ട് ടിക്ക് എന്ന് പറഞ്ഞൊരു ചെറിയൊരു സൗണ്ട് ഉണ്ടാവും, ആ സൗണ്ട് വന്നാലും ഓക്കെ. എന്നിട്ട് പതുക്കെ അടച്ച ശേഷം പതുക്കെ തിരിച്ചിട്ട് നൂലൊന്ന് താഴത്തുള്ള നൂല് മേൽപോട്ട് പൊന്തിക്കുക. ഇപ്പം നൂലിടണ പണി കഴിഞ്ഞ്. ഇനി ജസ്റ്റ് ഞാൻ ഇതിമേലൊന്ന് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചു കേട്ടോ. കണ്ടല്ലോ, സ്റ്റിച്ചൊക്കെ നല്ല പെർഫെക്റ്റ് ഓക്കെയാണ്. ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളതും കൂടെ കാണിച്ചു തരാം കേട്ടോ. എന്താണ് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ എന്താണ് സ്റ്റിച്ച് ചെയ്യേണ്ടത് എന്നുള്ളത് കാണിച്ചു തരാം. അപ്പം ഇതിൻ്റെ കയ്യിലുള്ള മെഷീനല്ല, സാധാരണ എല്ലാവരുടെ കയ്യിലും ഈ ഒരു മെഷീനേക്കാരും സാധാരണ പഠിക്കണ ഒട്ടുമിക്ക ആൾക്കാരുടെ കയ്യിലും ഉണ്ടാകുക. അതുകൊണ്ടാണ് ഈ ഒരു മെഷീൻമേൽ എന്നെ കാട്ടി തന്നത് കേട്ടോ. അപ്പോൾ സാധാ മെഷീൻമേൽ എങ്ങനെ നൂല് കോർക്കാന്നുള്ളത് കണ്ടില്ലേ. ഇനി എങ്ങനെ സ്റ്റിച്ച് ചെയ്യാന്നുള്ളൊരു കാര്യമാണ് കേട്ടോ കാണിച്ചു തരാൻ പോണത്. ഇതൊരു കഷ്ണം ക്ലോത്താണ്, ഞാനിതൊന്ന് വെട്ടിയിട്ട് ഇതിന്മേൽ കാണിച്ചു തരാം നിങ്ങൾക്ക് ആദ്യം എന്ത് സ്റ്റിച്ച് ചെയ്യണം. അപ്പോൾ ഞാൻ തൽക്കാലം ഒന്നിങ്ങനെ കട്ട് ചെയ്തിട്ട്, അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ കറക്റ്റായിട്ട് സ്കെയിൽ വെച്ചിട്ട് നല്ല ലെവലിൽ കറക്റ്റായിട്ട് വരയ്ക്കുക. ഇതുപോലെ ഇങ്ങനെ വരയ്ക്കുക. എന്നിട്ട് കറക്റ്റായിട്ട് നമ്മൾ ആദ്യം സ്റ്റിച്ച് ചെയ്യേണ്ടത് ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈന് വരച്ചിട്ട് ഈ സ്ട്രെയിറ്റ് ലൈനുമ്പോൾ കൂടെയാണ് നമ്മളിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിച്ചേണ്ടത്. അടുത്തത് വരക്കുമ്പോൾ പിന്നെ ഇങ്ങനെ 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 പോയിന്റുകൾ വരുന്ന രൂപത്തിൽ വരച്ചിട്ട് ഈ പോയിന്റുമ്പോൾ കൂടെയൊക്കെ അടിച്ച് പഠിച്ചണം. പിന്നെ വരുന്നത് ഇങ്ങനെ കർവുകൾ വരച്ച് പഠിക്കുക, ഇങ്ങനെ കർവുകൾ കൂടെ അടിച്ച് പഠിക്കുക. പിന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ സ്ക്വയർ അടിച്ച് പഠിക്കുക, ഇങ്ങനെ സ്ക്വയർ അടിച്ച് പഠിക്കുക. അതിന് ശേഷം പിന്നെ പഠിക്കേണ്ടത് ഇങ്ങനെ റൗണ്ട് അടിച്ച് പഠിക്കുക. ഇതൊക്കെ അടിച്ച് പഠിച്ചിട്ടാണ് നമ്മൾ സ്റ്റിച്ചിങ്ങുമൊക്കെ ഒരുങ്ങേണ്ടത്, കട്ടിങ്ങിനൊക്കെ ഒരുങ്ങേണ്ടത്. ആദ്യം നമ്മൾ സ്റ്റിച്ചൊന്ന് ലെവൽ, ആദ്യം ഇതിലൊക്കെ വളഞ്ഞു തിരിഞ്ഞൊക്കെ പോകും, അതൊന്നും നമ്മൾ കാര്യമാക്കണ്ട. ആദ്യം ഇങ്ങനെ കറക്റ്റിലടിക്കുക. അപ്പോൾ ഞാനിനി എൻ്റെ കയ്യിലുള്ള മെഷീന് പവർ മെഷീനാണ്, അപ്പോൾ അതിൽ ഞാനിത് നിങ്ങൾക്ക് അടിച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. പവർ മെഷീനിൽ കൂടെ ആദ്യം അവിടെ ത്രെഡ് ഇട്ട ശേഷം ഈ ഒരു ഹോൾസിലൂടെ അങ്ങനെ കോർത്ത ശേഷം ഇതിലെടുത്തിട്ട് ഈ സ്പ്രിങ്ങമ്മൽ കോർത്ത് ഇവിടുന്ന് ഈ ഒരു കമ്പിൻ്റെ താഴെ കൂടെ എടുത്തിട്ട് ഈ കാണുന്നതുണ്ടല്ലോ ഇതിമ്മ കൂടെ കോർത്തിട്ട് ഇവിടെ കോർത്ത് ഇവിടെ ഇങ്ങനെ കോർത്തിട്ട് സൂചിമക്കിടുക. അപ്പോൾ ഇത് എങ്ങനെ സ്റ്റിച്ച് ചെയ്യണത് എന്ന് ഞാൻ കാണിച്ചു തരട്ടോ. ഇത് കറക്റ്റായിട്ട് വന്നിട്ടുള്ളത് വൈറ്റാണ്. അപ്പോൾ ഞാൻ ക്ലോത്ത് മാറ്റിയിട്ട് കാണിച്ചു തരാം. ഇതിന്മേലുള്ള നൂല് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ബുദ്ധിമുട്ടേക്കാരം. അപ്പോൾ ഞാൻ വരച്ചിട്ട് കാണിച്ചു തരേ. അപ്പോൾ അതാദ്യം നമ്മൾ ഇങ്ങനെ കറക്റ്റായിട്ട് ലൈന് വരയ്ക്കുക, കാണുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കണേ. ഇങ്ങനെ കറക്റ്റായിട്ട് ലൈന് വരച്ചിട്ട് ആദ്യം ഈ ഒരു പ്രഷർ ഫുട്ട് ഉണ്ടല്ലോ, ഇത് പതുക്കെ പൊക്കിയ ശേഷം അതിമക്ക് വെക്കുക. ഇത് പൊക്കി വെച്ച ശേഷം പതുക്കതെ ഇതുപോലെ പതുക്കെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ബാക്കിലുണ്ടല്ലോ ഇവിടെ ഇങ്ങനെ പിടിച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് പതുക്കെ ഈ ലൈനുമ്മ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോരും. എന്നിട്ട് ലാസ്റ്റ് എത്തിയ ശേഷം നമ്മൾ ഇതിനാണ് ഈ സാധനത്തിൻ്റെ ഉപയോഗം. ഇവിടെ നമ്മൾ നൂല് കട്ട് ചെയ്തു. അതേപോലെ തന്നെ അടുത്ത് ഇനി ഒരു ലൈൻ കൂടി കാണിച്ചു തരട്ടെ. നമ്മൾ വരച്ച ഫസ്റ്റിലൊക്കെ ഇത് ഞാൻ ഒരുപാട് നാളത്തെ എക്സ്പീരിയൻസ് കൊണ്ടാണ് ഇത്ര കൃത്യമായിട്ട് ചെയ്തെടുക്കാൻ പഠിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കണ്ടല്ലോ, ഇനി അടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെ
ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് കാണിച്ചു തരാം. ആദ്യം നമ്മൾ പ്രഷർ ഫുട്ട് പൊന്തിച്ച് സൂചി കുത്തി നിർത്തിയ ശേഷം ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ പോയിന്റിലെത്തുമ്പോൾ സൂചി താത്ത് വെക്കുക. എന്നിട്ട് നേരെ ഇങ്ങനെ തിരിച്ചുക ക്ലോത്ത്. എന്നിട്ട് ഈ ലൈനിന് കറക്റ്റാക്കി വെച്ച ശേഷം ഇതുപോലെ കറക്റ്റായി വരയ്ക്കുക. സൂചി താത്തി നിർത്തുക. നേരെ തുണി തിരിച്ചുക. ഇങ്ങനെ സൂചി താത്തി നിർത്തുക. തുണി തിരിച്ചുക. ഇതൊക്കെ ഇത്ര പെർഫെക്റ്റായി വരുമെന്നില്ല കേട്ടോ. ആദ്യം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പെർഫെക്റ്റായി കിട്ടും. അപ്പം ഇനി അടുത്തത് കർവ് കാണിച്ചു തരാം കേട്ടോ. കർവ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ആദ്യം ഇത് നിങ്ങൾ നന്നായി പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്നിട്ട് രണ്ടാമത്തെ ക്ലാസ്സിലോട്ട് കയറുക കേട്ടോ. കാരണം ഇത് 1 വട്ടോ 2 വട്ടോ 3 വട്ടോ ചെയ്ത് നോക്കിയാൽ പോരാ, ഒരുപാട് വട്ടം ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യം പതുക്കെ എങ്ങനെ കേട്ടോ, തുണി പതുക്കെ ഇങ്ങനെ കൈകൊണ്ട് തിരിച്ചു കൊടുക്കുക. ഒരു നൂല് കുടുങ്ങിയാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ചുളിവ് വരുന്നത്. എന്നിട്ട് പതുക്കെ തിരിച്ചു കൊടുത്തിട്ട് 2 സ്റ്റിച്ച് ചെയ്ത് പതുക്കെ സൂചി താത്തി നിർത്തിയിട്ട് ഒരു പതുക്കെ തുണി തിരിച്ചു കൊടുക്കുക കേട്ടോ. ഇങ്ങനെയാണ് നമ്മൾ കർവ് സ്റ്റിച്ച് ചെയ്യുക. ഇനി പതുക്കെ കണ്ടല്ലോ, ഇതിനൊപ്പത്തിനൊപ്പം തുണി തിരിച്ചു കൊടുക്കുക. തുണി പറ്റ കുടുങ്ങി ഇങ്ങനെ നിൽക്കണമെങ്കിൽ ജസ്റ്റ് ഒന്നിങ്ങനെ നേരെ ആക്കി കൊടുക്കുക. എന്നിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്ത് പതുക്കെ പ്രഷർ ഫുട്ട് പൊന്തിച്ചിട്ട് തുണി പതുക്കെ ഇങ്ങനെ ഒന്ന് തിരിച്ചെടുക്കട്ടോ. കണ്ടല്ലോ, ഇത് പതുക്കെ ഇങ്ങനെ ഞാൻ പൊന്തിച്ചതാണല്ലേ, അങ്ങനെ പതുക്കെ പൊന്തിച്ചിട്ട് പതുക്കെ ഇങ്ങനെ തിരിച്ചെടുക്കട്ടോ. പിന്നെ നേരെ ആവുന്ന സമയത്ത് അതേപോലെ തന്നെ വളവ് വരുമ്പോൾ ഇങ്ങനെ പതുക്കെ തിരിച്ചിട്ട് പതുക്കെ സ്റ്റിച്ച് ചെയ്തെടുക്കണേ. വേണ്ടല്ലോ, അത് ഇവിടുന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് എടുക്കുക. എന്നിട്ട് ഉണ്ടല്ലോ, ഇങ്ങനെ വളവൊക്കെ ഇങ്ങനെ കറക്റ്റായി ഫസ്റ്റിലൊന്നും ഇത് കറക്റ്റ് ആവുന്നൊന്നും നിങ്ങൾ കരുതണ്ട കേട്ടോ. അതേപോലെ റൗണ്ട് സ്റ്റിച്ച് ചെയ്ത് കാണിച്ചത് കേട്ടോ. ആദ്യം നമ്മൾ സൂചി പൊന്തിച്ച ശേഷം ഇങ്ങനെ വെച്ച ശേഷം റൗണ്ടിൻ്റെ ഒരു സൈഡിൽ വെക്കുക. എന്നിട്ട് കറക്റ്റ് ഇങ്ങനെ ഉണ്ടല്ലോ, റൗണ്ടിനും പതുക്കെ പ്രഷർ ഫുട്ട് പൊന്തിച്ചു കൊടുക്കുക. എന്നിട്ട് പതുക്കെ തിരിച്ചുക. ആ സമയത്തൊക്കെ സൂചി താഴത്തേക്ക് കുത്തി നിൽക്കണം, അല്ലാഞ്ഞാൽ തുണി തെന്നും. ഞാൻ അതിലാണോ വരച്ചത്, ആ വരച്ചേ കൂടെയാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്യണേ. ഞാൻ റൗണ്ട് ജസ്റ്റ് ഒന്ന് വരച്ചിട്ടുള്ളൂ. ആ ഒരു വരച്ച ഇതിനൊക്കെ കാണിച്ചു തരാണ് കേട്ടോ. എന്നിട്ട് ഒരു അല്പം എക്സ്ട്രാ സ്റ്റിച്ച് ചെയ്തിട്ട് ഇങ്ങനെ നമ്മൾ ഇതൊന്ന് എടുക്കുക. അപ്പം ഇങ്ങനെയാണ് ഫസ്റ്റ് വരേണ്ടത് കേട്ടോ. കണ്ടല്ലോ, ഫസ്റ്റ് ഇതൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ലൈൻ തന്നെ വരച്ചെടുക്കണം. ഇതുപോലെ കറക്റ്റ് ലൈന് വരച്ചിട്ട് ലൈനുമ്പോൾ കൂടെ ഇങ്ങനെ ആദ്യം ലൈൻ ഇങ്ങനെ അടിച്ച് പഠിക്കുക. അതിന് ശേഷം ഇനി പഠിച്ചേണ്ടത് വക്ക് മടക്കി അടിക്കലാണ്. ആദ്യം നമ്മൾ ഒരു 1/2 ഇഞ്ച് കറക്റ്റായിട്ട്, എനിക്കൊക്കെ എക്സ്പീരിയൻസ് കൊണ്ടാണ് കറക്റ്റായി മടക്കാൻ കഴിയണത്. 1/2 ഇഞ്ച് നിങ്ങൾക്ക് കഴിയൂലെങ്കിൽ അളവെടുത്തിട്ട് ഇങ്ങനെ പിടിച്ച ശേഷം കൈകൊണ്ട് ഇങ്ങനെ വിരൽ വെച്ചിട്ട് പിടിച്ച ശേഷം ഈ പ്രഷർ ഫുട്ട് പൊന്തിച്ചിട്ട് അതിൻ്റെ ചുവട്ടിക്ക് വെച്ച് ഒന്ന് സൂചി അതിനെ കുത്തി നിർത്തുക. അതിന് ശേഷം ഇവിടെ കറക്റ്റായി ഇങ്ങനെ പിടിച്ച ശേഷം പതുക്കണ്ടല്ലോ, ഈ വക്ക് വെച്ചതുമ്മ കൂടെ സൂചിമക്കല്ല നോക്കണ്ടേ, വക്കുമക്ക് നോക്കണം. സ്റ്റിച്ച് ചെയ്ത വക്ക് ഈ കറക്റ്റായിട്ട് ഈ ഒരു ഇതിൻ്റെ ഇടയിൽ കൂടെ കറക്റ്റായാണോ പോണെ നോക്കിയിട്ട് സാവധാനം അടിച്ചെടുക്കണം. ഞാൻ സ്പീഡ് അടിച്ചിട്ട് നോക്കണ്ട, സാവധാനം ഇതുപോലെ പിടിച്ച് മടക്കി കറക്റ്റാണെന്ന് ഇങ്ങനെ ഉറപ്പ് വരുത്തി ബാക്കിൽ ഒരു പിടുത്തം കൊടുത്തിട്ട്, ബാക്ക് വലിക്കരുത് കേട്ടോ, ജസ്റ്റ് ഒരു പിടുത്തം ഇങ്ങനെ കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് അപ്പോൾ കണ്ടല്ലോ, ഇങ്ങനെ മടക്കി അടിച്ചിട്ടും കുറേ വട്ടം അടിച്ച് പഠിച്ച ഒരു ചതുരത്തിലുള്ള ഒരു പീസ് എടുക്കുക. അതിൻ്റെ 4 ഭാഗം ഇതുപോലെ മടക്കി അടിച്ചിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പഠിക്കുക. അപ്പം ഈ ഒരു ഇപ്പോൾ കാണിച്ചതല്ലോ, റൗണ്ട്, സ്ക്വയർ, സ്ട്രെയിറ്റ് ലൈന് ഇങ്ങനെ മടക്കി അടിച്ച് പഠിച്ച് ഇത് നല്ല തറവാക്കി പഠിച്ചാൽ സ്റ്റിച്ചിങ് പക്ക പെർഫെക്റ്റായി വരും. അതിന് ശേഷമാണ് നമ്മൾ സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങളിലേക്ക് പോണത്. ഇനി അടുത്ത ക്ലാസ് ഒരു ക്ലോത്ത് കാൽക്കുലേഷനും ഒരാളെ ശരീരത്തിൽ നിന്ന് എങ്ങനെ അളവെടുക്കുക എന്നുള്ളതുമാണ് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ ഇങ്ങനെ ഒരാളെ ശരീരത്തിൽ നിന്ന് അളവെടുക്കുക എന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ കാണിച്ചു തരാം. ഡൗട്ടോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കുക, ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇനി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താലും മതി. ആ ഡൗട്ടും കാര്യങ്ങളും അപ്പം ചെയ്തു തരാൻ കഴിയുന്നതാണെങ്കിൽ അപ്പം ചെയ്തു തരാം, അല്ലെങ്കിൽ ഞാനൊരു വീഡിയോ ആയിട്ട് ചെയ്തു തരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഉപകാരപ്പെടുന്നവർക്ക് ഉപകാരപ്പെടട്ടെ. ആദ്യമായിട്ട് തയ്യലിൻ്റെ തുടക്കം മുതൽച്ച് പഠിക്കുകയാണ്. ഈ ഒരു വർഷത്തിൽ തയ്യൽ പഠിക്കാൻ ഇനി കുട്ടികൾക്കൊക്കെ സ്കൂൾ തുറക്കുകയാണ്. അപ്പോൾ രക്ഷിതാക്കളൊക്കെ ഫ്രീ ആവും പകൽ. അപ്പം നമുക്കൊക്കെ പഠിച്ചാന്നുള്ളതാണ് തയ്യൽ. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ കണ്ട് വീഡിയോൻ്റെ അഭിപ്രായം പറയാം.